ഈ പോക്ക് പോയി കഴിഞ്ഞാൽ പട്ടായ ഗേൾസ് ഉടനെ തന്നെ അടിച്ചു പിരിയുന്നതായിരിക്കും. അനുമോൾ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും ഒരു അടി ഉണ്ടാകുക എന്നത് പതിവായ കാര്യമാണല്ലോ. അതാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത്. എല്ലാവർക്കും ചായ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അനുമോൾ വെക്കുവാൻ വേണ്ടി പോയി. ആ സമയം അക്ബറും മറ്റുള്ളവരും പറഞ്ഞു, ഇന്നലത്തെ പോലത്തെ ചായ തരരുത്. ചായ കുടിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഒരു സ്ട്രോങ്ങും മധുരവുമെല്ലാം വേണം. ഇന്നലെ തന്നതുപോലെയുള്ള കാടിവെള്ളമൊന്നും തരരുതെന്ന് പറഞ്ഞു. തീരെ കടുപ്പമില്ലാതെ ഒരു വെള്ളം കുടിക്കുന്ന പോലെ ഉണ്ടായിരുന്നു അത്. ആ സമയം നൂറ പറഞ്ഞു, എന്നാൽ ഞാൻ പോയി ചായ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ കിച്ചൺ ക്യാപ്റ്റന്റെ പെർമിഷനോട് കൂടി നൂറ അവിടെ ഇരുന്ന് ചായ ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ അനുമോൾക്ക് അത് ഒട്ടും ദഹിച്ചില്ല. അനുമോൾ ആ സമയം ദോശയെല്ലാം ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അനുമോളോട് പറഞ്ഞു, ഭക്ഷണം ഉണ്ടാക്കുമ്പോഴും വിളമ്പുമ്പോഴും കുറച്ച് ചിരിച്ചുകൊണ്ട് നീ പെരുമാറ്, അല്ലാതെ ഇങ്ങനെ മുഖം കയറ്റി വെച്ചിട്ടല്ല ഒരാൾക്ക് ഭക്ഷണം നൽകേണ്ടതെന്ന് നൂറ പറഞ്ഞപ്പോഴും അനുമോൾ അതൊന്നും വലിയ മൈൻഡാക്കാതെ നിൽക്കുകയായിരുന്നു. സാധാരണഗതിയിൽ അനുമോളുടെ എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് അനുമോൾക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ്. ആ കാര്യത്തിന് വേണ്ടി പിന്നെ ആ പറഞ്ഞ ആളോട് ദേഷ്യം പിടിക്കുക എന്നത് അനുമോൾ സ്ഥിരമായി കാണിക്കുന്ന ഒന്നാണ്. അനീഷും അനുമോളും കണക്കാണ്. അവരുടെ തെറ്റുകളൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതാണെങ്കിൽ അവർ അംഗീകരിക്കുകയുമില്ല. ആദില നൂറയോട് ചോദിച്ചു, നിനക്ക് തോന്നുന്നില്ലേ അനുമോൾ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണെന്ന്? അവൾക്ക് എന്തിന്റെ കേടാണ്? സ്വന്തം എന്തോ സംഭവമാണെന്ന് വിചാരിച്ച് നടക്കുകയാണ്. ശരിക്കും ഒരു കുലസ്ത്രീയായി പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് അവൾ എപ്പം നോക്കുമ്പോഴും കിച്ചണിൽ തന്നെ നിൽക്കുന്നത്? അവളുടെ വീട്ടിൽ നിന്ന് അമ്മ വന്നപ്പോഴും പറഞ്ഞതല്ലേ നീ ആ കിച്ചണിൽ നിന്ന് ഒന്ന് ഇറങ്ങ് എന്ന്. എന്നിട്ടും അവൾ കിച്ചണിൽ തന്നെ അടയിരിക്കുകയാണ്. ശരിയാണ്, അവൾക്ക് നന്നായി കുക്കിംഗ് ചെയ്യാൻ അറിയാം. എന്നാൽ കുക്കിംഗ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള എല്ലാവരെയും അവൾ കൺസിഡർ ചെയ്യണ്ടേ? അവൾ അവളുടെ ഇഷ്ടത്തിനുള്ള ഫുഡുകൾ മാത്രമാണ് ചെയ്യുന്നത്. അവൾക്ക് എരിവ് ഇഷ്ടമാണ്, ചില ആണുങ്ങൾക്ക് എരിവ് ഇഷ്ടമാണ്, അതുകൊണ്ട് നന്നായി എരിവ് ഇടുന്നു. എന്നാൽ ഇവിടെ ഒട്ടും എരിവ് പറ്റാത്ത ആളുകളുണ്ട്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു മീഡിയം ലെവലിൽ എരിവ് ഇടുക എന്നുള്ളതല്ലേ? അവൾ ഇവിടെ വന്നത് ഇവിടെയുള്ള ആണുങ്ങൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുവാനാണോ? അങ്ങനെ വെച്ച് വിളമ്പി നിൽക്കുവാനാണെങ്കിൽ അവൾക്ക് വേറെ വല്ല ഷോയിലും പോയാൽ പോരെ. എന്തിനാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നിരിക്കുന്നത്? വെറുതെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുകയാണ് അവൾ. അവളുടെ തെറ്റ് എന്തെങ്കിലും കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യുവാൻ അവൾ ശ്രമിക്കുന്നില്ല. ഭക്ഷണത്തിൽ എരിവ് കൂടിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഒരു ചായ ഉണ്ടാക്കിയത് അവൾ വളരെ മോശമായി തന്നെയാണ് ഉണ്ടാക്കിയത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അവൾ ദേഷ്യം പിടിച്ച് നടക്കും. അവളോട് ഒന്നും പറയാൻ പറ്റില്ലേ? നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് കേൾക്കണം, ആക്സെപ്റ്റ് ചെയ്യണം. എന്നിട്ട് മറ്റുള്ളവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ രീതിയിലുള്ള ഭക്ഷണങ്ങൾ അടുത്ത പ്രാവശ്യം ഉണ്ടാക്കി കൊടുക്കണം. എന്നാൽ ഇതൊന്നും അവൾ ചെയ്യുന്നില്ല. എപ്പം നോക്കുമ്പോഴും മുഖം കയറ്റിപ്പിടിച്ച് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കും. ഇപ്പോൾ നമ്മളെ എല്ലാവരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് മിണ്ടാതെ ഒരു ഭാഗത്ത് മാറിയിരിക്കുന്നത് കണ്ടില്ലേ? ശരിക്കും അവളുടെ ഈ സ്വഭാവത്തിൽ നൂറയ്ക്കും ആദിലയ്ക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തുണ്ടെങ്കിലും അവളുടെ മുഖത്ത് നോക്കി തന്നെ പറയണം, അല്ലാതെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നാണ് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.